കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിധിയുടെ വിശേഷങ്ങൾ അറിയാൻ സുഭാഷ് നിധിയെ വിളിക്കുന്നുണ്ട്. ജോലി സമയത്ത് താൻ ബുദ്ധിമുട്ടിച്ചോ എന്ന് സുഭാഷ് ചോദിക്കേ അങ്ങനൊന്നും ഇല്ല സുഭാഷ് ഏട്ടാ എന്ന് നിധി പറയുന്നുണ്ട്. എപ്പോൾ വേണേലും വീട്ടിലേക്ക് വരാമെന്നും അതിനർത്ഥം വീട്ടിൽ വന്ന് താമസിക്കണമെന്നല്ലെന്നും അങ്ങനെ വല്ലപ്പോഴും വന്ന് പോകണമെന്ന് തോന്നുകയാണെങ്കിൽ മടി കാണിക്കരുതെന്നും എന്ത് കാര്യമുണ്ടെങ്കിലും ഒരു വിളിപ്പുറത്ത് സുഭാഷ് ഏട്ടനുണ്ടെന്ന് സുഭാഷ് പറയേ എനിക്കറിയാമെന്ന് നിധിയും പറയുന്നുണ്ട്. മോള് കഴിച്ചോ എന്ന് സുഭാഷ് ചോദിക്കേ കഴിച്ചു എന്ന് നിധി. സുഭാഷ് ഏട്ടനോ എന്നവൾ ചോദിക്കേ കഴിച്ചു. രാവിലെ ഓംലെറ്റ് ഉണ്ടാക്കുന്നതിനിടയിൽ മോളുടെ കാര്യം ഓർമ്മ വന്നു. ദോശ ഓംലെറ്റ് കൂട്ടി കഴിക്കുന്ന ആളല്ലേ നീ? ശരി മോളെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കേ എന്ന് സുഭാഷ് ഏട്ടൻ പറയേ നികേഷിന് എങ്ങനെയുണ്ട് സുഭാഷ് ഏട്ടാ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. നന്നായിരിക്കുന്നു എന്ന് സുഭാഷ് ഏട്ടൻ കള്ളം പറയേ അവന് വിഷമമൊന്നും ഇല്ലല്ലോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഇല്ലാതിരിക്കോ നിധി, അത് സാരമില്ല, പോകെ പോകെ ശരിയായിക്കോളുമെന്ന് സുഭാഷ് ഏട്ടൻ പറയേ ശരി അവനോട് എൻ്റെ അന്വേഷണം പറയണമെന്ന് നിധിയും. ശരി പറയാം മോളെ, പിന്നെ കഴിഞ്ഞു പോയതൊന്നും ഓർത്ത് വിഷമിക്കരുത്. നന്നായി ഭക്ഷണം കഴിച്ച് നന്നായി ഉറങ്ങി ജോലിയിൽ മാത്രം ശ്രദ്ധിക്കണം. താൻ വെക്കട്ടെ എന്ന് പറഞ്ഞ് സുഭാഷ് കോൾ വെക്കുകയാ. രാത്രി സുഭാഷ് ജോലി കഴിഞ്ഞ് വീട്ടിൽ ലൈറ്റ് ഒന്നും ഇല്ലായിരുന്നു. അവൻ അകത്തേക്ക് കയറി എവിടെ പോയതാ എല്ലാരും? ഇനി സുധീഷ് നികേഷിനെ കൊണ്ട് ആശുപത്രി പോയതാവോ? സുധീഷേ ഡാ എന്ന് വിളിച്ച് സുഭാഷ് ഏട്ടൻ തളത്തിലെ ലൈറ്റ് ഇടുമ്പോഴേക്കും അവിടെ തറയിൽ പായൽ മൂടി പുതച്ചു കിടക്കുന്ന നികേഷിനെ കാണുന്നുണ്ട്. നികേഷ് എന്ന് വിളിച്ച് അവന്റെ അരികിലേക്ക് ചെന്ന് അവനെ തൊട്ടു നോക്കി പനിക്കൊരു കുറവും ഇല്ലല്ലോ. എടാ നീ ഗുളിക കഴിച്ചില്ലേ? പിന്നെ കുറവില്ലെങ്കിൽ പിന്നെ നീ എന്താ എന്നെ വിളിക്കാത്തത് എന്ന് വെപ്രാളത്തോടെ ചോദിച്ച് ഡാ സുധീഷേ എന്ന് വിളിക്കുന്നുണ്ട് സുഭാഷ്. സുധീഷ് ഏട്ടൻ എവിടെ ഇല്ലെന്ന് നികേഷ് പറയുകയാണ്. ഇല്ലേ, എവിടെ പോയെന്ന് സുഭാഷ് ചോദിക്കേ ഏട്ടൻ രാവിലെ തന്നെ പോയെന്ന് നികേഷും. രാവിലെ തന്നെ പോയെന്നോ? അപ്പോ രാവിലെ മുതൽ നീ ഒറ്റയ്ക്കാണോ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ അതെ എന്ന് നികേഷ് പറയുന്നുണ്ട്. എന്ത് പണി അവനീ കാണിച്ചേ? എടാ നീ വല്ലതും കഴിച്ചോ? എടാ നിനക്കെങ്കിലും എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? നീ കിടക്ക്, ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് സുഭാഷ് കിച്ചണിലേക്ക് പോയി ഒരു തുണി നനച്ചു കൊണ്ടുവന്ന് നികേഷിന്റെ നെറ്റിയിലിട്ടുണ്ട്. ഇങ്ങനെ പനിച്ചു കിടക്കുന്ന ഒരാളെ തനിച്ചാക്കി പോകണമെങ്കിൽ അവൻ്റെത് എന്തു മനസ്സാ, ഇങ്ങ് വരട്ടെ അവൻ എന്ന് പറയുന്നുണ്ട് സുഭാഷ്. എടാ ഇതുകൊണ്ടൊന്നും പനി നിൽക്കാൻ പോകുന്നില്ല, നീ എണീറ്റേ, നമുക്ക് ആശുപത്രി പോവാം എന്ന് സുഭാഷ് പറയേ എന്റെ സുഭാഷ് ഏട്ടാ വേണ്ട എന്ന് നികേഷ്. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ എഴുന്നേറ്റേ, ചുട്ടുപൊള്ളുന്നുണ്ട് വന്നേന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാ സുഭാഷ്. അവിടെ നിധിയുടെ ഹോസ്റ്റലിൽ ദിവ്യ മെസ്സിലേക്ക് ഡിന്നർ കഴിക്കാൻ വരുമ്പോഴാണ് എല്ലാ കൂട്ടുകാരികളും അവൾക്കൊരു കാർഡ് കൊടുക്കുന്നത്. അതിലൊരു കൂട്ടുകാരി അവൾക്ക് കാർഡ് നൽകിക്കൊണ്ട് പറയുന്നുണ്ട് ബോയ് ഫ്രണ്ടായ ഇങ്ങനെ വേണം എനിക്കുമുണ്ടൊരുത്താൻ, ഒട്ടും റൊമാൻറ്റിക് അല്ലാത്ത ഒരു മരയോന്ത്. ഇന്നാൾ ബീച്ചിൽ ചെന്നിരുന്നപ്പോഴേ യുദ്ധം കാരണം ഓഹരി വിപണി ഇടിഞ്ഞതിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കിഴങ്ങ് എന്നവൾ പറഞ്ഞു തരുമ്പോഴേക്കും നിധി അങ്ങോട്ട് വരുന്നുണ്ട്. ദിവ്യ കാർഡ്സ് എല്ലാം നിധിയെ കാണിച്ചുകൊണ്ട് നിധി ഇങ്ങോട്ട് നോക്കിയേ എന്ന് പറയേ ഐ എം സോറി എന്നെഴുതിയ ആ കാർഡ്സ് നിധി വായിച്ചു നോക്കിക്കൊണ്ട് ഇതൊക്കെ എന്താ എന്ന് ദിവ്യയോടായി ചോദിക്കേ തനിക്ക് തരാൻ വേണ്ടി തന്റെ റിലേറ്റീവ് വന്ന് കൊടുത്തിട്ട് പോയതാ എല്ലാവർക്കും എന്നവൾ പറയേ സുധീഷോ എന്ന് അമ്പരപ്പോടെ നിധിയും. അത് കേൾക്കെ ഒരു കൂട്ടുകാരിയും സുധീഷ് എന്നാണോ പേര്? നല്ല പേരാണല്ലോ എന്ന് പറയേ വേറൊരു കൂട്ടുകാരിയും പറയുന്നുണ്ട് എന്റെ ബോയ് ഫ്രണ്ടിനോട് ഞാൻ വഴക്കിട്ട് മിണ്ടാതിരുന്നാലേ ഞാൻ പിന്നാലെ പോണം. എന്തായാലും നിധിയോട് അയാൾക്ക് ഭയങ്കര പ്രേമമാ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സോറി പറയോ, ഒന്ന് ക്ഷമിച്ചേക്ക്. ഇങ്ങനൊരാള് താഴ്ന്നു കിഴന്ന് സോറി പറയുന്നതൊക്കെ കേൾക്കാൻ ഭാഗ്യം ചെയ്യണം. ഇതൊക്കെ കണ്ടാൽ അറിയാം ആള് ഭയങ്കര ജെനുവിനാ, അത്രമാത്രം പൊറുക്കാൻ പറ്റാത്ത എന്ത് തെറ്റാ ആള് ചെയ്തത് എന്നൊക്കെ ആ കൂട്ടുകാരികൾ അവിടെ ഇരുന്ന് ചോദിക്കേ നിധി എന്താ നിങ്ങൾ തമ്മിൽ ശരിക്കുമുള്ള പ്രശ്നം? അയാൾ എങ്ങനെയൊക്കെ സോറി പറയാൻ ട്രൈ ചെയ്തിട്ടും നീയൊട്ടും വിട്ടുകൊടുക്കുന്നില്ലല്ലോ എന്ന് ദിവ്യ ചോദിക്കേ നിധി ഒന്നും മിണ്ടാതെ ആ കാർഡ്സ് എല്ലാം ദിവ്യയുടെ കയ്യിൽ കൊടുത്ത് അവിടുന്ന് പോവുകയാണ്. ടെൻഷനോടെ വന്ന് റൂമിലിരിക്കുന്ന നിധിയുടെ മനസ്സിലേക്ക് അന്ന് ബലൂണിൽ ജനലിലൂടെ സോറി എഴുതി കാണിച്ച സമയത്ത് കൂട്ടുകാരികൾ സോറി പറയാൻ പറഞ്ഞ കാര്യമാണ് ഓർമ്മ വരുന്നത്. അതോർക്കെ അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് ജനലിലൂടെ താഴേക്ക് നോക്കുമ്പോഴേക്കും ഐ എം വെരി വെരി സോറി എന്നെഴുതിയൊരു പോസ്റ്റർ അവിടെ റോഡരികിൽ വെച്ചത് കാണുന്നുണ്ട്. സംശയത്തോടെ അവൾ സുധീഷ് അവിടെ ഉണ്ടോ എന്ന് നോക്കുമ്പോഴാണ് നിധി എന്ന് വിളിച്ച് ദിവ്യ അങ്ങോട്ട് വരുന്നത്. കഴിക്കാൻ വന്നിട്ട് കഴിക്കാതെ പോന്നല്ലോ എന്ന് ദിവ്യ ചോദിക്കേ അത് വേണ്ടെന്ന് തോന്നിയില്ലെന്ന് നിധിയും. ഞങ്ങൾ അങ്ങനെ പറഞ്ഞോണ്ടാണോ എന്ന് ദിവ്യ ചോദിക്കേ ഏയ് എനിക്ക് ഇവിടുത്തെ ഭക്ഷണം പറ്റുന്നില്ലെന്ന് നിധിയും. അത് താൻ കഴിക്കുമ്പോഴേ അറിയാം. നിധി ഇപ്പോ സോറി പറഞ്ഞു വരുന്ന റിലേറ്റീവ് ഉണ്ടല്ലോ, അന്ന് ഓഫീസിൽ വന്ന് ബഹളം വെച്ചില്ലേ, അന്നേ എനിക്ക് മനസ്സിലായി എന്നോട് അയാൾക്ക് മുടിഞ്ഞ പ്രേമമാണെന്ന്. റിലേറ്റീവ് എന്ന് പറയുമ്പോ അമ്മാവന്റെ മോനാണോ? എന്തിനാ ഇങ്ങനെ പിറകെ നടന്ന് സോറി പറയുന്നത്? ക്ഷമിക്കാതിരിക്കാൻ മാത്രം എന്താ നടന്നേന്ന് ദിവ്യ ചോദിക്കേ ഒന്നുമില്ല ദിവ്യ എന്ന് നിധി പറഞ്ഞൊഴിയാൻ നോക്കുന്നുണ്ട്. ആള് കാണാനും കൊള്ളാം, ക്യാരക്ടറും നല്ലതാണെന്ന് തോന്നുന്നു. എന്തോ തെറ്റിപ്പറ്റി പോയതിനെ ഇങ്ങനെ പിന്നാലെ നടന്ന് മാപ്പ് ചോദിക്കുന്ന ഒരാളോട് ക്ഷമിക്കാൻ എന്താ ഇത്ര ആലോചിക്കാനുള്ളത്? മറ്റുള്ളവരോട് പറഞ്ഞില്ലെങ്കിൽ വേണ്ട, ഞാൻ നിന്റെ കൂടെ ഒരേ ഓഫീസിലല്ലേ വർക്ക് ചെയ്യുന്നേ, എന്നോട് പറഞ്ഞൂടെ? ഇങ്ങനെ ഒരാളെ വേണ്ടെന്ന് പറയാൻ എന്താ കാരണമെന്ന് ദിവ്യ ചോദിക്കുന്നുണ്ട്. അയ്യോ ദിവ്യ, നീ വിചാരിക്കുന്നത് പോലെ ഇത് ലവോ പ്രേമമോ ഒന്നുമല്ല. അയാളുടെ കയ്യിൽ നിന്ന് പറ്റിപ്പോയൊരു തെറ്റിനെ മാപ്പും പറഞ്ഞു വരുന്നു മാത്രം. ഇത് വിട്ടേക്കെന്ന് നിധി പറയേ ഓക്കെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ദിവ്യ ആ റൂമിൽ നിന്ന് പോവുകയാണ്. നിധി ടെൻഷനോടെ വീണ്ടും രാവിലെ അച്ഛൻ വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുകയാണ്.
ഞാൻ അവനെ പിരികേറ്റി വിട്ടത്. ഞാൻ നോക്കിയപ്പോ നിങ്ങൾ രണ്ടാളും വേറെ വേറെ കഴിയുന്നു. കല്യാണം കഴിച്ചൊരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് കുടുംബമായിട്ട് ജീവിക്കണ്ടെന്ന് ഞാൻ അവനെ പറഞ്ഞിളക്കി വിട്ടത് എന്ന് അച്ഛനെന്ന് പറഞ്ഞതും എന്തായാലും നിധിയോട് അയാൾക്ക് ഭയങ്കര പ്രേമമാ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സോറി പറയുമോ? ഒന്ന് ക്ഷമിച്ചേക്ക്. ഇതൊക്കെ കണ്ടാൽ അറിയാം ആള് ഭയങ്കര ജനുവിനാ. അത്രമാത്രം പൊറുക്കാൻ പറ്റാത്ത എന്ത് തെറ്റാ ആള് ചെയ്തത് എന്നൊക്കെ നേരത്തെ കൂട്ടുകാരികളും പറഞ്ഞതിനെ കുറിച്ചോർക്കെ സുധീഷിനോട് അലിവ് തോന്നിയ നിധി വീണ്ടും എഴുന്നേറ്റ് ജനലിനരികിലേക്ക് ചെല്ലുമ്പോഴേക്കും സുധീഷ് അവിടെ തന്നെ നോക്കി നിൽക്കുന്നത് പോലെ നിധിക്ക് തോന്നുകയാ. പെട്ടെന്ന് അവൾ കണ്ണുതിരുമി വീണ്ടും നോക്കുമ്പോഴേക്കും ഐ ആം വെരി സോറി എന്നെഴുതിയ ആ ബോർഡ് മാത്രമേ അവിടെ കാണുന്നുള്ളൂ. പിന്നീട് സുഭാഷും ഹരീഷും നികേഷിനെ ഹോസ്പിറ്റലിൽ കാണിച്ച് തിരികെ വീട്ടിലെത്തുമ്പോഴേക്കും സുധീഷും അവിടെ എത്തിയിരുന്നു. നികേഷിനെ അവരൊരു ചെയറിലേക്ക് എടുത്തുമ്പോഴേക്കും സുധീഷ് അങ്ങോട്ട് വന്ന് എന്തുപറ്റി, നിങ്ങൾ എവിടെ പോയതാ? എടാ നികേഷെ, എന്താടാ പറ്റിയതെന്ന് അവൻ ചോദിക്കട്ടെ. വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ, മിണ്ടാണ്ട് പോവാൻ നോക്കെന്ന് ഹരീഷും പറയുന്നുണ്ട്. അതിന് ഞാൻ ഇവനോടല്ല ചോദിച്ചത്, നിനക്ക് ദേഷ്യം വരുന്നത് എന്തിനാ എന്ന് സുധീഷ് ചോദിക്കേ. ഡാ സുധീഷേ എന്ന് താക്കിയതോടെ വിരൽ ചൂണ്ടി സുഭാഷ് ഏട്ടൻ അടുക്കളയിലേക്ക് പോവുകയാണ്. സുധീഷ് വീണ്ടും എടാ നികേഷേ എന്താടാ എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സുഭാഷ് ഏട്ടൻ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് കൊടുത്ത് കുടിക്കട മോനെ എന്ന് പറയുന്നുണ്ട് നികേഷിനോട്. അവനത് വാങ്ങി കുടിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഞാനേ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം, കഴിച്ചിട്ട് മരുന്ന് കഴിക്കാം എന്ന് സുഭാഷ് ഏട്ടൻ പറയുമ്പോഴേക്കും എടാ നികേഷേ എന്താ പറ്റിയതെന്ന് പറ, അത്രയ്ക്ക് പ്രശ്നമുണ്ടോ നിനക്ക് എന്ന് സുധീഷ് വീണ്ടും ചോദിക്കുന്നുണ്ട്. അത് കാണാൻ ദേഷ്യത്തോടെ സുഭാഷ് ഏട്ടനും എടാ നിനക്കെന്താ ബോധവും വിവരവും ഒന്നും ഇല്ലേ? എടാ നോക്കാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞ പോരെ, എന്തിനാ നീ ഇവിടെ നിക്കാന്ന് പറഞ്ഞേ എന്ന് സുഭാഷ് ദേഷ്യത്തോടെ ചോദിക്കേ. എന്തു പറ്റിയ സുഭാഷ് ഏട്ടാ എന്ന് സുധീഷ്. നീ ഇവനെ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ജോലിക്ക് പോയത്. കഞ്ഞിയും ബണ്ണും മരുന്നും എല്ലാം കൃത്യസമയത്ത് കൊടുത്തോളാന്നല്ലേ നീ പറഞ്ഞത്. നിന്നെ വിശ്വസിച്ചിട്ടാ ഞാൻ നികേഷിനെ ഇവിടെയാക്കി പണിക്ക് പോയത്. എന്നിട്ട് നീ എന്താ ചെയ്തത്? വയ്യാത്ത കുട്ടിയെ തനിച്ച് വീട്ടിലാക്കിയിട്ട് നീ പുറത്തേക്ക് പോയി എന്ന് സുഭാഷ് പറയും. അതിനിവൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ എന്ന് സുധീഷും ചോദിക്കുക. അതുകൾക്ക് ദേഷ്യത്തോടെ ഹരീഷും ദേ ചെറിയ കുട്ടി വലിയ കുട്ടി എന്നൊന്നുമല്ല, അസുഖമായിട്ട് ഒരാൾ ഇരിക്കുമ്പോ ആരെങ്കിലും അടുത്ത് നോക്കാൻ വേണ്ടേ? സുഭാഷിട്ട് ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞപ്പോ വേണ്ട ഞാൻ ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞതല്ല, പറഞ്ഞ അതുപോലെ ചെയ്യണ്ടേ. അവനെ ഇവിടെ ഇട്ടിട്ടേ കറങ്ങി അടിക്കാൻ പോയതല്ല. വൈകിട്ട് സുഭാഷ് ഏട്ടൻ വരുമ്പോഴേ ഇവൻ പനിച്ച് വിറച്ച് കിടക്കായിരുന്നു. ഡോക്ടറിന്റെ അടുത്ത് പോയി ഇഞ്ചക്ഷൻ എടുത്തിട്ടാ വരുന്നത്. കുറച്ചു നേരം കൂടി കഴിഞ്ഞിരുന്നെങ്കിലേ ഈ ചെക്കന്റെ ബോധം പോയനെ എന്ന് ഹരീഷ് പറയുന്നത് കേൾക്കേ. എടാ ആണോ നികേഷേ എന്ന് ടെൻഷനോടെ സുധീഷും ചോദിക്കുന്നുണ്ട്. അത് കേൾക്കേ സുഭാഷ് ഏട്ടനും ആണോ നികേഷെന്നോ? ഞങ്ങൾ ഇവനെ പുറത്ത് കാഴ്ച കാണാൻ കൊണ്ടുപോയതല്ല. ശരിയാ, നിനക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അത് സമ്മതിക്കുന്നു. അതിന് ഉത്തരവാദിത്തമില്ലാതെ പെരുമാറണോ? നികേഷിനെ നോക്കണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടോ? നീയല്ലേ അവനെ നോക്കാന്ന് പറഞ്ഞത്. നിനക്ക് അത്യാവശ്യമായി പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ അത് നീ എന്നെ വിളിച്ചൊന്ന് പറയണ്ടേ എന്ന് സുഭാഷ് ദേഷ്യത്തോടെ ചോദിക്കേ. അല്ല സുഭാഷ് ഏട്ടാ, ഇവന്റെ കയ്യിൽ ഫോണില്ലേ, വയ്യെങ്കിൽ എന്നെ വിളിച്ചൊന്ന് പറയായിരുന്നു. ഇത്രയും സീരിയസ് ആണെന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു എന്ന് പറഞ്ഞ് എടാ മോനെ നികേഷേ, നിനക്ക് എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലടാ, അത്രയ്ക്ക് വയ്യെങ്കിൽ ഒന്ന് വിളിച്ചു പറയണ്ടേ എന്ന് ചോദിച്ച് അവന് പനിയുണ്ടോന്ന് തൊട്ട് നോക്കുമ്പോഴേക്കും ഒന്ന് പോ സുധീഷേട്ടാ, എന്നോട് മിണ്ടാൻ നിക്കല്ലേ. അന്ന് എനിക്ക് പനി വന്ന സമയത്ത് ഏടത്തി എന്നെ എന്തുപോലെയാ നോക്കിയതെന്ന് അറിയാമോ? ഇപ്പൊ ഏട്ടത്തിയും പോയി, അതിന് കാരണം നിങ്ങളല്ലേ എന്ന് നികേഷും വെറുപ്പോടെ ചോദിക്കുന്നുണ്ട്. എന്താടാ ഇത്ര വലിയ ഏടത്തി? ഞാൻ കാരണമാ അവൾ നിനക്ക് ഏട്ടത്തിയായത്, സുഭാഷ് ഏട്ടന് അനിയത്തിയായതും. എന്നോട് ഇഷ്ടമില്ലാത്തവളുമായി നിങ്ങൾക്ക് എന്ത് ബന്ധമാവുള്ളൂ? അവൾ എന്നെ വേണ്ടെന്ന് പറഞ്ഞു പോയി, അതിനർത്ഥം നിങ്ങളെയും വേണ്ടെന്ന് തന്നെയാ. അതെല്ലാവർക്കും ഓർമ്മയുണ്ടായിരുന്ന മതി എന്ന് സുധീഷും പറയുന്നുണ്ട്. അത് കേൾക്കാൻ നികേഷും പറയുന്നുണ്ട്. ഏടത്തി ഇവിടുന്ന് പോവാൻ കാരണം സുധീഷ് ഏട്ടനാ. നിങ്ങൾ ശരിക്കും ഒരു ഫ്രോഡാ. നാക്കെടുത്താ നുണ പറയും, മോശമായിട്ട് പെരുമാറും. അതുകൊണ്ടല്ലേ ഏടത്തി പോയതെന്ന് നികേഷ് ചോദിക്കേ. സുധീഷ് അവന്റെ തലക്കിട്ടൊരു അടി വെച്ചു കൊടുക്കുക. അത് കാണുന്ന ഹരീഷും ദേഷ്യത്തോടെ സുധീഷിനെ പിടിച്ചു തള്ളി. നിങ്ങൾ എന്തിനാ ഇവനടിക്കുന്നേ? സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വന്നവനെ തല്ല നിൽക്കുന്നോ എന്ന് ചോദിക്കേ. നീ എന്നെ തല്ലുമല്ലേടാ എന്ന് ചോദിച്ച് സുധീഷ് ഹരീഷിന്റെ കഴുത്തിനിട്ട് പിടിക്കുന്നുണ്ട്. അവർ തമ്മിൽ വീണ്ടും വഴക്കടിക്കാൻ തുടങ്ങുമ്പോഴേക്കും സുഭാഷ് ഏട്ടൻ ചെന്ന് അവരെ പിടിച്ചു മാറ്റി മാറി നിൽക്കടാ, നാണമില്ലേ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കാര്യം മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരെ എങ്ങനെയായാൽ നിങ്ങൾക്കെന്താ? വാ നികേഷെ, തമ്മി തല്ലി തലപൊളിക്കുന്നവരെ അത് ചെയ്യട്ടെ, നീ വായെന്ന് പറഞ്ഞ് നികേഷിനെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാ സുഭാഷ് ഏട്ടൻ. ഹരീഷിനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് സുഭാഷും തളത്തിന്നിറങ്ങി പോവുകയാ. നാറി എന്ന് പറഞ്ഞ് ഹരീഷും പുറകുവശത്തേക്ക് പോവുകയാ. സുഭാഷ് നികേഷിനെ ആ റൂമിലെ കട്ടിലിൽ കൊണ്ടു ചെന്നിരുത്തി നീ ഇവിടെ കിടക്ക്, ഞാൻ കഞ്ഞി ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാ. വീട്ടിലെ വഴക്കും ബഹളങ്ങളുമെല്ലാം നികേഷിനെ ആകെ തകർക്കുന്നുണ്ട്. അവൻ സങ്കടത്തോടെ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയാ. സങ്കടം സഹിക്കാനാവാതെ അവൻ തന്റെ മൊബൈൽ എടുത്ത് നിധിയെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ആ കോൾ കട്ട് ചെയ്യുക. നികേഷിന്റെ നമ്പറിൽ നിന്ന് മിസ്ഡ് കോൾ കണ്ട നിധിയും അവനെ തിരിച്ചു വിളിക്കുന്നുണ്ടെങ്കിലും അവൻ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. അവൾ വീണ്ടും അവനെ വീഡിയോ കോൾ ചെയ്യുമ്പോഴേക്കും തന്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് നികേഷും ആ കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. അവന്റെ കരഞ്ഞു കലങ്ങിയ മുഖമെല്ലാം കണ്ട് എന്തു പറ്റി നികേഷ് എന്ന് പരിഭ്രമത്തോടെ നിധി ചോദിക്കേ. ഏയ് ഒന്നുമില്ല എന്നവൻ പറയേ. നീ എന്തിനാടാ കരയുന്നേ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഞാൻ കരഞ്ഞില്ലല്ലോ എന്ന് നികേഷ് പറയേ. എന്താടാ പ്രശ്നം എന്നവൾ വീണ്ടും ചോദിക്കുക. ഒന്നുമില്ല ഏടത്തി, ഞാൻ വെറുതെ വിളിച്ചതാ എന്നവൻ പറയേ. നിനക്കെന്താ വയ്യേ എന്നവൾ ചോദിക്കുന്നുണ്ട്.
ചെറിയൊരു പനി, സുഭാഷ് ഏട്ടൻ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി എന്നവൻ സങ്കടത്തോടെ പറയേ. അതിന് നീ എന്തിനാ സങ്കടപ്പെടുന്നതെന്ന് നിധി. ഏയ് സങ്കടമൊന്നുമില്ലെന്ന് പറഞ്ഞ് അവൻ പൊട്ടിക്കരയുകയാണ്. അത് കണ്ട് ടെൻഷനോടെ നികേഷ് എടാ എന്ന് നിധി വിളിക്കേ. ഏയ് ഞാൻ വിളിക്കാം ഏടത്തി, ഏടത്തിക്ക് സുഖല്ലേ? ഏടത്തി പോയപ്പോ ഈ വീട് പഴയതുപോലെ തന്നെ ആയി, എല്ലാവരും പഴയ ആളുകൾ തന്നെയായി എന്നവൻ വിഷമത്തോടെ പറയേ. നികേഷേ നീ വിഷമിക്കല്ലേ എന്ന് നിധിയും ആശ്വസിപ്പിക്കുകയാ. ഇല്ല ഏടത്തി, എനിക്ക് വിഷമമൊന്നുമില്ല. ഇന്ന് പകല് മുഴുവൻ ഞാൻ പനിച്ച് വിറച്ച് കിടക്കുകയായിരുന്നു. ഉറക്കത്തിൽ ഞാൻ എന്റെ അമ്മയെ സ്വപ്നം കണ്ടു. അന്ന് ഫോട്ടോയിൽ കണ്ട പോലെ ഞാൻ ചെറിയ കുട്ടിയാ, അതേ സാരി അതേ രൂപം, പക്ഷേ മുഖം മാത്രം ഏടത്തിയുടേതായിരുന്നു എന്നവൻ പറയുന്നത് കേൾക്കെ നിധിയും സങ്കടത്തോടെ കരയാൻ തുടങ്ങുകയാ. ഏടത്തി ഇനി ഒരിക്കലും വരില്ലല്ലേ? വേണ്ട ഏടത്തി, ഇതൊരു സന്തോഷമില്ലാത്ത വീടാ. ഇവിടെ വന്നിട്ട് ഇനി ഏടത്തിയുടെ സന്തോഷം കൂടി ഇല്ലാതാക്കണ്ട. ഏടത്തി ഹാപ്പി ആയിരുന്നാ മതി. എവിടെയാണെങ്കിലും ബൈ എന്ന് പറഞ്ഞ് നികേഷ് ആ കോൾ കട്ട് ചെയ്യുകയാണ്. നിധിയും സങ്കടത്തോടെ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. പിന്നീട് രാവിലെ ആവുമ്പോൾ ഭാസ്കരൻ ഉമ്മറത്തെ കട്ടിലിരുന്ന് തന്റെ ഷർട്ട് സൂചി കൊണ്ട് തുന്നിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഓട്ടോയിൽ നിധി അങ്ങോട്ട് വന്നിറങ്ങുന്നത്. അവളേക്കാണെ ഭാസ്കരനും സന്തോഷത്തോടെ ഷർട്ട് എടുത്തിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി. വാ വാ കേറി വാ, അല്ല പെട്ടി എവിടെ എന്ന് ചോദിക്കാൻ നിധി ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ അച്ഛനെ നോക്കി നിൽക്കുകയാ. ഞാൻ അന്ന് വന്ന് പറഞ്ഞില്ലേ അവനോട് ഞാനാ മോളെ ഓരോന്ന് പറഞ്ഞത് എന്നച്ഛൻ വീണ്ടും പറയേ. മതി നിർത്തണം എന്നവൾ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും അയ്യോ ഏടത്തി വാ വാ എന്ന് വിളിച്ച് ഹരീഷ് അങ്ങോട്ട് ഓടിയെത്തുന്നുണ്ട്. സുഭാഷ് ഏട്ടാ ഏടത്തി എന്നവൻ സന്തോഷത്തോടെ അകത്തേക്ക് വിളിച്ച് പറയുകയാ. വരൂ ഏടത്തി എന്നവൻ സന്തോഷത്തോടെ വിളിക്കേ. സുഖല്ലേ ഹരീഷേ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. ആ സുഖം, ഏടത്തിക്കോ എന്നവൻ ചോദിക്കേ. അതെ എന്നവളും പറയുകയാണ്. അവൻ അവളെ അകത്തേക്ക് വിളിക്കുമ്പോഴേക്കും അവൾ ഹരീഷിന്റെ കൂടെ അകത്തേക്ക് കയറി പോവേ. ഒരു സോറി പറയാനുള്ള ചാൻസ് കൂടി തന്നില്ല എന്ന് ടെൻഷനോടെ അച്ഛനും പറയുന്നുണ്ട്. അവൾ തളത്തിലേക്ക് എത്തുമ്പോഴേക്കും നികേഷ് അവിടെ കിടപ്പുണ്ട്. അടുക്കളയിലായിരുന്ന സുഭാഷും ആ മോളെ എന്ന് വിളിച്ച് അങ്ങോട്ടെത്തുകയാണ്. പെട്ടെന്ന് തളത്തിലേക്ക് എത്തിയ സുധീഷും അവളെ കണ്ട് നിധി ഈശ്വര വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. നിധി അപ്പോഴേക്കും നികേഷിന്റെ അടുത്തേക്ക് ഇരുന്ന് അവിടെ കിടന്നുറങ്ങിയിരുന്ന അവനെ വിളിക്കാൻ തുടങ്ങുകയാണ്. ഏടത്തിയുടെ വിളി കേട്ട് അവൻ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ് ഏടത്തി എന്ന് വിളിക്കെ. ഈശ്വര ഇതൊരു സ്വപ്നമാണോ എന്ന് സുധീഷും പറയുന്നുണ്ട്. ഇതെന്താടാ നികേഷേ, ചെറിയ കുട്ടികളെ പോലെ നിനക്ക് ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നത്? നീ ഭക്ഷണം കഴിക്കുന്നില്ലേ? നീ മരുന്ന് കഴിക്കുന്നുണ്ടോ എന്നൊക്കെ നിധി ചോദിക്കേ. ഉവ്വ ഏടത്തി എന്ന് നികേഷും. മോളെ ഇവന് പനിയാണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. ഏട്ടാ അത് ഞാൻ ഫോണിൽ സംസാരിക്കുമ്പോ പറഞ്ഞതാ എന്ന് നികേഷും പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ എന്നെ വിളിച്ചപ്പോ ഇതൊന്നും പറഞ്ഞില്ലല്ലോ എന്നവൾ ചോദിക്കേ. അയ്യോ അത് വെറുതെ നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു എന്ന് സുഭാഷ് ഏട്ടൻ. നിധി വീണ്ടും നെറ്റിമേൽ തൊട്ടു നോക്കിക്കൊണ്ട് നന്നായിട്ട് പൊള്ളുന്നുണ്ട് ഇപ്പോഴും എന്ന് പറയേ. അവനെ ഇന്നലെ ഡോക്ടറെ കാണിച്ചു നിധി എന്ന് സുധീഷ് ചാടി കയറി പറയുന്നുണ്ടെങ്കിലും നിധി അത് മൈൻഡ് ചെയ്യുന്നില്ല. അത് കാണേ ഹരീഷിനും ചിരി വരികയാണ്. നിധി അപ്പോഴേക്കും നികേഷിനോടായി മരുന്ന് മുടങ്ങാതെ കഴിക്കണമെന്ന് പറയേ. ഏടത്തി വന്നില്ലേ, ഇനി മാറിക്കോളുമെന്ന് നികേഷും. നിധി എങ്ങനെയാ വന്നേ എന്ന് സുധീഷ് വീണ്ടും ചോദിക്കേ. നിധി അത് മൈൻഡ് ചെയ്യുന്നില്ല. ഹരീഷ് ചിരി ഒതുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും മോളെ നിനക്ക് ചായ എടുക്കട്ടെ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്. കുടിക്കാൻ സുഭാഷ് ഏട്ടാ എന്നവൾ പറയേ. സുഭാഷ് ചായ എടുക്കാനായി അടുക്കളയിലേക്ക് പോവുകയാണ്. ടെൻഷനോടെ നികേഷിനെ നോക്കിയിരിക്കുന്ന നിധിയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിധിയെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാനായി സുധീഷ് ശ്രമിക്കുന്നതും ഒടുവിൽ സുഭാഷ് ഏട്ടന്റെയും നികേഷിന്റെയും കൂടെ നിധി തിരികെ വീട്ടിലേക്ക് തിരിക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.